ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ, അതേപോലെ തന്നെ വെബിനാറുകൾ, അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, ട്രെയിനിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, നമ്മളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ സ്റ്റക്ക് ആവുന്നത് നമുക്ക് സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടാണ്. നോളജ് നമുക്ക് ഒരുപാട് ഉണ്ടാകും, നോളജ് അക്വയർ ചെയ്യാൻ നമുക്ക് എളുപ്പവുമാണ്, നമ്മളത് യഥേഷ്ടം നമ്മൾ ചെയ്യാറുമുണ്ട്. പക്ഷേ ആ നോളജിന്റെ അടുത്ത ലെവലായിട്ടുള്ള, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള സ്കില്ല് എന്ന് പറയുന്നത്, ഈ സ്കില്ല് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ കയ്യിലുള്ള ഒരു നോളജിനെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുക. ഇപ്പൊ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ഓക്കെ, വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? വെള്ളം കൊടുക്കണം അല്ലെ? വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കൂലേ? അല്ലെ, വെള്ളം കൊടുക്കും അല്ലെ? അപ്പൊ വെള്ളം കൊടുക്കുമ്പോ എന്താണ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നാരങ്ങ ഉണ്ടെന്ന് കരുതാം. ഈ നാരങ്ങ എടുക്കും, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ അതുണ്ടാകും, പിന്നെ കുറച്ച് വേറെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ അതിനെ പല രീതിയിൽ നമ്മൾ ചെയ്യും. ചില ആളുകൾ അങ്ങനെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൽ എന്താണ് പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ കലക്കി കൊടുക്കും. ചില ആളുകൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് പിഴിഞ്ഞിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് അടിക്കും അല്ലെ? മിക്സിയിലിട്ടിട്ട് അടിച്ച് അതിൽ കുറച്ച് മിന്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാരങ്ങ ആയിരിക്കും, അതല്ലെങ്കിൽ പഞ്ചസാരയായിരിക്കും, അതല്ലെങ്കിൽ മിന്റ് ആയിരിക്കും. ഇതിനെ നമുക്ക് പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗസ്റ്റുകൾക്ക് കൊടുക്കാം, പല രൂപത്തിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇതിനെ എങ്ങനെ കൊടുക്കുന്നു? നിങ്ങളുടെ കയ്യിൽ നാരങ്ങയുണ്ട്, നിങ്ങളുടെ കയ്യിൽ പഞ്ചസാരയുണ്ട്, നിങ്ങളുടെ കയ്യിൽ മിന്റ് ഉണ്ട്. ഇതിനെ ഏത് രൂപത്തിൽ ഏറ്റവും മനോഹരമായിട്ട് അവർക്ക് ആവശ്യമുള്ള പോലെ, അവർക്ക് പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ പഞ്ചസാര ഇല്ലാതെ മടിച്ചു കൊടുക്കേണ്ടി വരും. പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവർക്ക് പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണോ അവരുടെ നീഡ് നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഈ കയ്യിലുള്ള സാധനത്തെ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റുമ്പോഴാണ് അവിടെ ഒരു ആശയത്തെ, ഒരു സന്ദേശത്തെ, ഒരു നോളജിനെ നമുക്ക് അവരിലേക്ക് കൃത്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക. ഇതേപോലെ നമ്മളെ കയ്യിൽ ഒത്തിരി അറിവുകളുണ്ട്, പക്ഷെ ഈ അറിവുകൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നറിയില്ല, അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയില്ല. നമ്മുടെ ഒരു നോട്ടത്തിന്, നമ്മളുടെ ഒരു സാന്നിധ്യത്തിന്, നമ്മളുടെ ഒരു വാക്കിന് അല്ലെ, ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. അതിന് ചില കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്കത് അക്വയർ ചെയ്യുകയും അതിൽ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതിന് നമ്മളുടെ സ്കില്ലുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായി കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അത് നമ്മുടെ കരിയറിൽ നമ്മളെ ഏറ്റവും വേഗതയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഏത് വിധത്തിലുള്ള പഠനത്തിനോടൊപ്പവും, നിങ്ങളൊരു ടീച്ചറാകാം, അതല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലറോ ആരും ആകട്ടെ, നിങ്ങളുടെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണ്, നിങ്ങളൊരു ഓൺട്രപ്രണർ ആണ്, നിങ്ങളൊരു മാനേജർ ആണ്, ആരും ആവട്ടെ, നമുക്ക് നമ്മളുടെ കൂടെയുള്ള ആളുകളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു അഭിപ്രായം പറയാൻ, ഒരു നോ പറയാൻ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് ഇംപ്രൂവ് ചെയ്യണം. ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം,
പ്രാക്ടീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗപ്പെടുത്തുക. അത് ഓൺലൈനിലായി കഴിഞ്ഞാലും ഓഫ്ലൈനിലായി കഴിഞ്ഞാലും നിരന്തരമായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പണ്ടത്തെ കാലത്ത് നമുക്ക് ഒരാളോട് ഒരു ആശയം പറയണമെന്നുണ്ടെങ്കിൽ 5 പേരെ വിളിച്ചു കൂട്ടി 5 ചെയർ ഇട്ട് ഒരു സ്റ്റേജ് കെട്ടി ഒരു മൈക്ക് കൊണ്ടുവന്ന് പറയണം. ഇന്ന് നമുക്ക് ഒരു ഗ്രൂപ്പിലൂടെ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് എന്താണ് നമ്മളുടെ ഒരു ആശയത്തെ മനോഹരമായിട്ട് പറയാൻ സാധിക്കുമെന്നുള്ളിടത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഒരു സൂമിന്റെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ 10 പേരെ ഇൻവൈറ്റ് ചെയ്ത് നമുക്കൊരു സെഷൻ എടുക്കാൻ വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ നോളജിനെ, നമ്മുടെ സ്കിൽസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മളെ കാത്ത് ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നോളജിനെയും നമ്മുടെ സ്കിൽസിനെയും മനോഹരമായിട്ട് നമുക്ക് ആ കാത്തിരിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് പറ്റും. അപ്പൊ അതിനുള്ള ഒരു വേദിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ നോ യുവർ ഓഡിയൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ ക്ലാസ് നടത്തിയിരുന്നു. അതിന് മുമ്പ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻ സെയിൽസ് എന്നുള്ള വ്യത്യസ്ത ടോപ്പിക്കുകളിൽ നമ്മൾ ക്ലാസ്സുകൾ, ജാസ്മിൻ മാമിന്റെ ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഫാമിലി എന്നുള്ളതാണ്. ഒരു ഫാമിലിയിൽ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്നത് വിംബിൾ അക്കാദമിയിലെ കമ്മ്യൂണിക്കേഷൻ കോച്ച് ആയിട്ടുള്ള ജാസ്മിൻ മാം ആണ്. ജാസ്മിൻ മാമിന്റെ കീഴിലായിട്ട് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്നുള്ള ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ്, ഒരു മെന്റർഷിപ്പാണ് വിംബിൾ അക്കാദമിയിൽ നിന്ന് ജാസ്മിൻ മാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ ഫാമിലി എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നുള്ള ജാസ്മിൻ മാമിന് സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിംബിൾ അക്കാദമിയിലെ സ്റ്റുഡൻസും അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ ഈ ഒരു വെബിനാറിന്റെ ഇൻഫോർമേഷൻ അറിഞ്ഞ് ഇത് ശ്രവിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും, എല്ലാ ലേണേഴ്സിനും സന്തോഷങ്ങളും സ്നേഹങ്ങളും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതവും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാസ്മിൻ മാമിനെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ജാസ്മിൻ മാം, പ്ലീസ്. Thank you, sir. Thank you very much. കമ്മ്യൂണിക്കേഷൻ ഇൻ ഫാമിലി, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്. പലർക്കും എന്നെ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഏകദേശം 2 മാസമായി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഫ്രീ വെബിനാറുകൾ ഓരോ ക്ലാസ്സിലെയും അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇൻ ഫാമിലി എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത്. ഓഡിബിൾ അല്ലേ? എന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും ക്യാമറ ഓൺ ചെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. ഓക്കെ, കേൾക്കാം മാം. എന്താണ്? കേൾക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ട്. കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ? നമ്മുടെ ഫാമിലിയിൽ അത്യാവശ്യം നമ്മൾ സംസാരിക്കുമല്ലോ, ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ സംസാരിക്കുമല്ലോ. എന്താണ് ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഫാമിലി എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാനുണ്ടോ? എന്തായിരിക്കും? ഉണ്ട്. കലർപ്പില്ലാത്ത, നന്നായിട്ടുള്ള കലർപ്പില്ലാത്ത കമ്മ്യൂണിക്കേഷൻ തന്നെയാണത്. ഒന്നും ഹിഡൻ അല്ലാതെ എല്ലാം തുറന്ന് സംസാരിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവം. തുറന്ന് സംസാരിക്കുക അല്ലേ? യെസ്. വേറെ ആർക്കെങ്കിലും പറയാമോ? മാമിന്റെ പേര്? മിനി ഭാസ്കർ. മിനി ഭാസ്കർ. മിനി ഭാസ്കർ മാം, താങ്ക് യു.
ഒരു ഓഡിയൻസിൽ നമ്മളിപ്പോ സംസാരിക്കാൻ പറയുമ്പോൾ മൈക്കൊക്കെ ഓണാക്കി സംസാരിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല കേട്ടോ. അത് ഞാൻ പ്രത്യേക ഒരു അപ്രീസിയേഷൻ തരാണ് മാമിന്. എന്തായാലും എനിവേ മറുപടി പറഞ്ഞതിന് താങ്ക്സ്. ആർക്കെങ്കിലും ഇനി പറയാമോ? കോൺഫിഡൻസോട് കൂടി കുടുംബത്തിലെ ബാക്കി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് മാഡം. ഓക്കെ, കോൺഫിഡന്റോടുകൂടി സംസാരിക്കുക, കലർപ്പില്ലാതെ ഒന്നും ഉള്ളിൽ വെക്കാതെ സംസാരിക്കുക. ഇനി ആർക്ക് പറയാം? മെച്ചുവേർഡ് ആയിട്ടുള്ള, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള സംസാരം. അതെ, വേദനിപ്പിക്കാത്ത തരത്തിൽ മെച്ചൂർഡായി സംസാരിക്കാം. ഓക്കെ, എല്ലാവരും പറഞ്ഞത് ഓക്കെയാണ്. ഇത്തരത്തിലുള്ള ഒരു സംസാരമാണോ നമ്മുടെ ഫാമിലിയിലൊക്കെ നടക്കാറ്? സ്വന്തത്തിൽ ഒന്ന് അവലോകനം ചെയ്യാം. ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് നമ്മളൊരു പോസ് എടുത്തിട്ട് റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് അതിനെപ്പറ്റി ഒന്ന് തിങ്ക് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കേട്ടത് അതിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ടേക്ക് എ പോസ്, റെസ്പോണ്ട് ടു ദാറ്റ്, ദെൻ റിയാക്ട് ടു ദാറ്റ്. അതാണ്. അതെ, നമ്മള് റിയാക്ട് ചെയ്യാതെ നല്ല റെസ്പോൺസോടുകൂടി, നല്ല ഒരു മൈൻഡോട് കൂടി നല്ല മെച്ചൂർഡ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ നമ്മുടെ ഫാമിലിയിൽ അത്തരത്തിലുള്ള ഒരു സംസാരമാണോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്? അല്ലേ അല്ല. അതെന്താ മിനി ഭാസ്കർ മാം? മിക്കയിടത്തും അത് തന്നെയാണ്. അങ്ങനെ അല്ലാതായി മാറുന്നത് കൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് സൊസൈറ്റിയിൽ വരുന്നത്. യെസ്, വെരി ഗുഡ്. ആ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ മക്കളോടാവാം, അല്ലെങ്കിൽ ഭർത്താവിനോടാവാം, ഭർത്താവ് ഭാര്യയോടാവാം. അപ്പൊ ഇവിടെ ഇപ്പോ രണ്ട് കൂട്ടര്, ഭർത്താവായ ചിലപ്പോ കുടുംബനാഥന്മാരായിരിക്കും ക്ലാസ് കേൾക്കുന്നത്, ചിലപ്പോ കുടുംബനാഥകളായിരിക്കും, ചിലപ്പോ ഇതിലൊന്നും വിടാത്ത ചിൽഡ്രൻസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോ കല്യാണം കഴിക്കാത്തവരായിരിക്കും. എനിവേ, എങ്ങനെ ആയാലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നമ്മളെല്ലാം തുറന്ന് പറയുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളില് പാരന്റ്സിനോട് കുട്ടികൾ എന്തെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവര് വഴക്ക് പറയും അല്ലെ. കുട്ടികളൊന്ന് വീണിട്ട് വരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പറയാൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ കുട്ടിക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല. അപ്പൊ അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു സ്പേസ് കൊടുക്കുക, അതുപോലെ നമ്മൾ അത് ചെയ്യുക. അതിലൂടെ പരസ്പരം നമുക്ക് റെസ്പെക്ട് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, പാരന്റ്സിനോട് എന്തും വന്ന് പറയാൻ കുട്ടികൾ തയ്യാറാവും. അപ്പൊ അതുപോലെ തന്നെ ഭർത്താക്കന്മാര് എന്തെങ്കിലും ഒരു അവസ്ഥയിൽ പെട്ടുപോയി, അവര് ആരോടായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പോയി അവര് ആ മനസ്സ് തുറക്കുന്നത്? അവരുടെ കൂട്ടുകാരോടായിരിക്കും അല്ലെ. ഇല്ലെങ്കിൽ സുഹൃത്തുക്കളെ പോലെ കാണുന്ന അവരുടെ ബ്രദേഴ്സിനോടോ അല്ലെങ്കിൽ പാരന്റ്സിനോടോ ആയിരിക്കും. ഈവൻ പല ആൾക്കാരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരം പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണ്. അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പരസ്പരം അവിടെ കുറ്റപ്പെടുത്തലുകളും വരും. അവരോട് പോയൊരു പ്രശ്നം പറയാൻ, നമ്മുടെ ഒരു പ്രോബ്ലം പോയി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പല ഫാമിലികളിൽ സംഭവിക്കുന്ന കാര്യം. ഒരു കുഞ്ഞ് വീണാൽ പോലും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി വന്ന് ഉപദ്രവിച്ചാൽ പോലും പാരന്റ്സിനോട് വന്ന് പറയാൻ അവർക്ക് പേടിയാണ് അല്ലേ. എന്തുകൊണ്ടാണ്? അവിടെ അതവര് കേൾക്കുന്നില്ല. കേൾക്കുന്നതിന് ഉടനെ തന്നെ അവര് റിയാക്ട് ചെയ്യാണ്. നീ അങ്ങോട്ട് അടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മേലെ എന്തെങ്കിലും. ആ കാര്യം കേൾക്കുന്നൊന്നുമില്ല, അവരത് എന്താണെന്ന് മനസ്സിലാക്കുന്നുമില്ല. അവരുടേതായ കുറെ ഒരു കാര്യം സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെ വിളിച്ചു പറയാൻ. അപ്പൊ ആ കുഞ്ഞിനായാലും ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതില് നമുക്ക് വളരെയധികം റെസ്പെക്ട് ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കിട്ടും. അപ്പൊ പല ഭാര്യമാരും പറയാറുണ്ട്, എന്നോടൊന്നും പറയാറില്ല, എല്ലാ ഫ്രണ്ട്സിനോടാണ് പങ്കുവെക്കാറുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പങ്കുവെക്കുന്നില്ല എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 3 സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. നമുക്ക് നമ്മുടെ മക്കളോടായാലും ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും ഇങ്ങോട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 സ്റ്റെപ്പ്. ഫസ്റ്റ്, നമ്മൾ അവരെ ലിസൺ ചെയ്യാം. അവര് പറയുന്നത് കേൾക്കുക. ലിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ കേൾക്കാല്ല, അവിടെ ഒരു എംപതറ്റിക് ലിസണിങ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം വന്ന് പറയുന്ന സമയത്ത് അവരിലൂടെ ആ പ്രശ്നത്തെ കേൾക്കുക. അത് ശ്രദ്ധിച്ച് കേൾക്കാന്ന് മാത്രമല്ല, അതിനെന്ത് ചെയ്യുക? നമ്മള്
അതിനോട് ഒന്ന് റിയാക്ട് ചെയ്യുക. അതായത് അവർ പറഞ്ഞു എന്താണ് പ്രശ്നം, പിന്നെ അവർ പറയുന്ന സമയത്ത് നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി നിൽക്കാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുക. അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ വെമ്പി നിൽക്കുകയാണ് എന്നുള്ള ഒരു പോസ്റ്റേഴ്സ്, ആ ഒരു ഇതായിരിക്കണം, ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കണം അവർക്ക് നമ്മളിൽ നിന്ന് ഫീൽ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിലായിരിക്കണം നിൽക്കണം. ഒരു സങ്കടം എന്ന് പറയുമ്പോൾ ആണോ അല്ലേ, ഇങ്ങനെയാണല്ലേ എന്നുള്ള അവരിലൂടെ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അവിടെ മാത്രമേ ഒരു എമ്പതറ്റിക് ലിസണിങ് അവിടെ ആക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് കേട്ട് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ലവ് ലാംഗ്വേജിന്റെ ഏതൊരു ക്ലാസ് നമ്മുടെ യൂനിറ്റ് സാർ എടുത്തിരുന്നു. ഹൃദയം നമുക്ക് തന്നിരിക്കുന്ന ഹൃദയം കൊണ്ടും കൂടി പല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മൾ രണ്ട് ചെവിയും ഒരു ഹൃദയവും നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത് ഹൃദയം കൊണ്ട് പല കാര്യങ്ങളും അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ എമ്പതറ്റിക് ലിസണിങ്, ആ ഒരു എമ്പതിയോടുകൂടി അവര് പറയുന്ന കാര്യം അവരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ കേൾക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും ദിവസം നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത് കേൾക്കാനോ ഒന്നിനും തയ്യാറാവുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടികൾ എന്തെങ്കിലും വന്ന് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ചിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അവിടെ അവരുടെ പ്രശ്നം ചിലപ്പോ നിസ്സാരം ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരം ഒരു റബ്ബർ കട്ടയോ അവന്റെ ഒരു പെൻസിലോ അവന്റെ ഇറേസറോ ഇല്ലെങ്കിൽ അവന്റെ ഷാർപ്പനറോ എന്തെങ്കിലും ഒരു സാധനം അവനിൽ നിന്ന് കളഞ്ഞു പോയതായിരിക്കും അവന്റെ വലിയ പ്രശ്നം. പക്ഷെ ആ പ്രശ്നമായിട്ട് അവൻ നമ്മൾ അടുത്തേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്ന് പെൻസിൽ വാങ്ങിക്കാൻ തന്നെ നമുക്ക് സമയമുള്ളൂ, നീ എന്തിനാ കൊണ്ട് കളയുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കുട്ടി ഇത് എന്ത് ചെയ്യും? അവനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ നമ്മുടെ പ്രശ്നമാക്കി മനസ്സിലാക്കിക്കൊണ്ട് അത് കേട്ട് അതിന് പരിഹാരം കൊടുക്കുമ്പോൾ മാത്രമേ ശരിക്കുള്ള ഒരു ലിസൺ അവിടെ നടക്കുന്നുള്ളൂ. അതുപോലെ നമ്മളിപ്പോ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും പറഞ്ഞാൽ ടിവിയുടെ വോളിയം കുറയ്ക്കുക, അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ കേൾക്കേണ്ടത്. പിന്നെ വരുന്നത് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് മസ്റ്റ് ആണ് ഇവിടെ. അതും ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആ കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട്, എന്നെ കേൾക്കാൻ എന്റെ പാരന്റ്സ് സന്നദ്ധരാണ്, അല്ലെങ്കിൽ എന്റെ വൈഫിനെ കേൾക്കാൻ എന്റെ ഭർത്താവ് എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയാൽ അത് തന്നെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കും. അടുത്തത് നമ്മൾ ലിസൺ ചെയ്തു, അതിനുശേഷം മറുപടി പറയുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം. തിങ്ക്. രണ്ടാമത്തത് തിങ്ക്. ആദ്യത്തത് ലിസൺ. നന്നായിട്ട് ലിസൺ ചെയ്യാം. അപ്പൊ ലിസൺ ചെയ്യുന്നത് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറെ ടൂളുകളൊക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ വീടുകളിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ ഈ തെറാപ്പികൾ കൊടുക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ തെറാപ്പി എന്ന് പറയും. ഇത്ര ദിവസത്തിനകം പാരന്റ്സുമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ കുറെ തെറാപ്പികളൊക്കെ കൊടുക്കും. അപ്പൊ അവിടെ നമ്മൾ ഈ ലിസണിങ്ങിനും അതുപോലെ തന്നെ തിങ്ക് ചെയ്ത് ഒരു പ്രോബ്ലം ഉള്ള ഒരു വാക്ക് കൊടുത്തിട്ട് അത് തിങ്ക് ചെയ്തിട്ട് അതിനെ വയലൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും പറയുന്നത്. അത് അല്ലാത്ത രീതിയിൽ നല്ല സമാധാനപരമായ രീതിയിൽ അത് പറയുക എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, റോൾ പ്ലേ പോലെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ലിസൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറയുന്നതിന് മുന്നേ നമ്മളൊന്ന് ചിന്തിക്കണം. ശരിക്കും ഒന്ന് ചിന്തിക്കണം. ചിന്തിച്ചതിന് ശേഷം ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അവർക്ക് എങ്ങനെയായിരിക്കും ഫീലിംഗ്, അല്ലെങ്കിൽ അവരുടെ ആംഗിളിൽ നിന്ന് അവർ ആ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുന്നത്, അതിനെങ്ങനെയായിരിക്കണം ഞാൻ മറുപടി പറയേണ്ടത്, ഞാൻ എങ്ങനെ മറുപടി പറഞ്ഞാലായിരിക്കും അവർക്ക് അത് സ്വീകാര്യമാകുന്നത് എന്നുള്ളൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം മറുപടി പറയാം. അടുത്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്പീക്ക് വരുന്നത്. ഫസ്റ്റ് ലിസൺ ചെയ്യുക, രണ്ടാമത് നമ്മളൊന്ന് ചിന്തിക്കുക, മൂന്നാമത് നമ്മൾ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുക. നമ്മൾ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ് അവർക്ക് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ, അല്ലെ? ഇപ്പോ പലരും കേൾക്കുന്നുണ്ട്, പക്ഷെ മറുപടി പറയുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? അത് ഇപ്പൊ ഭാര്യമാര് വന്നിട്ട് ഭർത്താക്കന്മാരടുത്ത് എന്തെങ്കിലും പറയും, എവിടെയെങ്കിലും പോകുന്ന കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് എന്തായിരിക്കും പറയുന്നത്? ഇപ്പൊ നീ പോണ്ട, അല്ലെ? ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഗംഗ ഇപ്പൊ പോണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഇല്ലേ? മിക്കുള്ള ഫാമിലിയിൽ അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതാരും ഇങ്ങനെ പുറത്തേക്ക് കാണിക്കാറില്ല. വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, പൊട്ടിത്തെറികൾ, പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാം. അപ്പൊ ഈ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഈ പുള്ളി ദേഷ്യപ്പെട്ടാണ് തിരിച്ച് മറുപടി പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒരാളെങ്കിലും സംയമനം പാലിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ ഇതിൽ നിന്ന് പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കുറെ കൂടി അത് വഷളാവും. അപ്പൊ അന്ന് ചിന്തിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇപ്പൊ അവർക്ക് പോണം എന്നാണ് പറയുന്നതെങ്കിൽ അവരെ നമുക്ക് വിടാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടിയും അവരോട് പറയേണ്ടത്, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു,
ഇപ്പൊ ഒരു ഭാര്യ വീട്ടിലേക്ക് പോകാനാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പൊ പോണ്ട എന്ന് പറയുന്നതിന് പകരം നിനക്ക് നിന്റെ വീട്ടിൽ പോകണ്ടേ, നീ ഇത്രയും ദിവസം ഇവിടെ അല്ലേ നിന്നത്, അപ്പോ നിന്റെ പാരന്റ്സിനെ നിനക്കൊന്ന് കാണണ്ടേ, അതിനെന്താ പൊക്കോളൂ, പക്ഷെ നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും, ഓരോ നിമിഷങ്ങളും ഇവിടെ നിന്നെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവര് പോകുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്നതിനോടൊപ്പം അവിടെ ഒരു സ്നേഹം, അത് ഉള്ളിത്തട്ടി പറയുന്നതായിരിക്കണം. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് എന്നവർക്ക് അവിടെ മനസ്സിലാവും. അപ്പൊ അതല്ല, അതിന് ഏതൊരു കാര്യം ഇപ്പൊ അമ്മായിയെ പറ്റി വന്നിട്ട് കുറ്റം, സ്വന്തം അമ്മയെ പറ്റിയിട്ട് വന്നിട്ട് കുറ്റം പറയാം, അമ്മായിയെ പറ്റിയിട്ട് വന്ന് കുറ്റം പറയാം. അപ്പൊ മക്കളോടാണ് പറയുന്നത്. അത് ആ ഒരു ബോധം നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? അത് എന്റെ ഉമ്മ അല്ലേ, നിനക്ക് അവര് വയസ്സായതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്കറിയാം നിന്റെ അവസ്ഥ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഭർത്താവ് ഇപ്പോ ഈ ഉമ്മയോട് വഴക്കിടാനോ ഒന്നിനും ആയിരിക്കില്ല പറയുന്നത്. ഇവരെ ഒന്ന് കേൾക്കുക, ഇവരുടെ ഭാഗം ഒന്ന് കേട്ട് അതിനൊരു സമാധാനം കൊടുക്കുക എന്നത് മാത്രമായിരിക്കും പല സ്ഥലങ്ങളിലെയും ലക്ഷ്യം. ആ ഒരു സ്ത്രീയുടെ മനോഭാവം അതായിരിക്കാം. പക്ഷെ ഇദ്ദേഹം എന്തായിരിക്കും പറയുന്നത്? അത് എന്റെ അമ്മയല്ലേ, എന്തിന് നീ അങ്ങനെ പറയാൻ പോയി, നീ എന്തിനിങ്ങനെ പറയുന്നു, നിനക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കാണാത്തതും കേൾക്കാത്തതും ഒക്കെ പറയുന്നതിന് പകരം ഇവരെന്ത് ചെയ്യാം, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവിടെ അമ്മയും വിഷമിക്കാൻ പാടില്ല, ഈ ഭാര്യയും വിഷമിക്കാൻ പാടില്ല. ഒന്ന് ചിന്തിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, അവരോട് പറയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്റെ അമ്മയായി പോയില്ലേ, അപ്പൊ അവര് പ്രായമായതാണ്, നീ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോ, നിന്നെ കൊണ്ട് അതിന് കഴിയും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. അത്രയും പറയുമ്പോ തന്നെ എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അവര് മനസ്സിലാക്കി കഴിയുമ്പോൾ കുറെയൊക്കെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒതുങ്ങും. നമ്മുടെ സംസാരത്തിലും ഈ ചിന്തിക്കാതെ നമ്മൾ പെട്ടെന്നുള്ള റിയാക്ഷൻ ഒക്കെയാണ് എന്തുണ്ടാക്കുന്നത്, നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ. ഒരാള് ഇപ്പൊ വേവിച്ചു വെക്കുന്ന ഒരു ഫുഡ് കൊണ്ടുവന്ന് മുമ്പിൽ വെക്കുമ്പോൾ അതിന് ഒന്ന് ഉപ്പ് കുറയുകയോ എന്തെങ്കിലും ചെയ്താൽ അവിടെ എന്തായിരിക്കും, അവിടെ അങ്ങനെ റൈസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയ ആ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി, നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ഷൗട്ട് ചെയ്തത് കൊണ്ട് ആ ഗ്ലാസ് പഴയപടി ആവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ സംഭവമൊക്കെ നമുക്കൊന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് പൊട്ടിയാൽ നമുക്ക് വാങ്ങിക്കാം. ഒരു കറി നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ നമുക്കത് പുതിയത് ഉണ്ടാക്കാം, പിറ്റേന്ന് നമുക്ക് വേറെ ഉണ്ടാക്കാം. അപ്പൊ അടുത്ത് വിളിച്ചിട്ട് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവരുടെ തെറ്റുകൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ എത്ര പേര് പറയും? ആർക്കെങ്കിലും പറയാമോ? എത്ര പേരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? ഉണ്ട്. ആ ഒരു അനുഭവം എനിക്കുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ് പറയാറുണ്ട്. എന്താണ് ഉപ്പ് കുറഞ്ഞു പോയി എന്ന് സമാധാനത്തിൽ പറയാറുണ്ടോ? ഇല്ലേ ഇല്ല. അതൊരു അങ്ങനെ ട്രിഗറിംഗ് പറയുന്നെങ്കിൽ ആയിട്ട് പറയും. ലക്കിയാണ് നിങ്ങൾ. ഉപ്പ് കുറഞ്ഞു പോയി എന്നുള്ളത് ട്രിഗറിംഗ് ആയിട്ട് പറയും. ദേഷ്യത്തോടെ പറയും. അതാണ്. അല്ല, പറയാറുണ്ട്. അല്ല, പലയിടത്തും അങ്ങനെ പലയിടത്തും പറഞ്ഞു മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പഴയതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് അവരുടെയൊക്കെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും പരസ്പരം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂ നന്നായാൽ ജനറേഷനിൽ നന്നായി അങ്ങനെ ധാരാളം ഓക്കെ, നന്നായാൽ നന്നായി എന്ന് പറയാറുണ്ട്. പക്ഷെ പല സ്ത്രീകളും പറയുന്ന ഒരു പരിഭവമുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പോലും ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോകും. പക്ഷെ എന്തെങ്കിലും ഒന്ന് ഉപ്പോ എന്തെങ്കിലും ഒന്ന് എരിവോ കൂടെ കുറയോ ചെയ്താൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ഇങ്ങനെ പലരും ഇങ്ങനെ സങ്കടത്തോടെ പറയാറുണ്ട്. അപ്പോ ഇത് പല അനുഭവങ്ങളും നമുക്ക് കേട്ടും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയതിടത്തോളം അത് പലരും അത് ഭാര്യമാരായാലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ ഭർത്താവ് വളരെ സന്തോഷത്തോടെ ആയിരിക്കും വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇതെന്ത് കളർ, ഇതെങ്ങനെ, നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ല, ഇത് എവിടെ നിന്ന് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അല്ലെ. പക്ഷെ അതിന് പകരം കൊള്ളാം, അടിപൊളി, എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടിപൊളി, കൊള്ളാം, പക്ഷെ ഇങ്ങനത്തെ കളറായിരുന്നു കുറച്ചുകൂടി ഭംഗിയായതിനെ എന്ന് വളരെ സാവകാശം നമുക്ക് പറഞ്ഞു കൊടുക്കാം അവരോട്. അപ്പോ അതൊക്കെയാണ് ഒരു ലൈഫിൽ നമ്മൾ തിങ്ക് ചെയ്ത് സംസാരിക്കേണ്ടതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആണ് എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
ഇനി അടുത്തതെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുക, ഒന്ന് തിങ്ക് ചെയ്യുക. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമാവോ എന്നുള്ളത് ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം സംസാരിക്കുക. സംസാരത്തിൽ ഈ പറഞ്ഞതുപോലെ വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ എന്റെ ഭാര്യയല്ലേ, എന്റെ വീട്ടിലെ ജോലി ചെയ്യേണ്ടവളല്ലേ എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ എന്റെ ഭർത്താവല്ലേ, എന്റെ ഭർത്താവിനോട് ഞാനിപ്പോ അങ്ങനെ സംസാരിച്ചാൽ എന്താ, അങ്ങനെയല്ല. അതിന് പകരം എന്താണ്, ഇപ്പൊ നമ്മുടെ മക്കളോടായാലും വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. നമ്മുടെ ആ ഒരു സംസാരം മറ്റുമാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ കോപ്പി ചെയ്തിട്ട് കുറച്ചുകൂടി സൗണ്ട് കൂടുന്നത്. അവരുടെ ടോണുമായിട്ട് മാച്ച് ചെയ്തുള്ള സംസാരമായിരിക്കണം നമ്മുടേത്. ഇപ്പൊ ഭാര്യ വളരെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഭർത്താവ് അങ്ങനെ ആയിരിക്കും. ഇനി ഭർത്താവ് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ അത് കണ്ടിട്ട് കോപ്പി ചെയ്യും. അപ്പൊ അവിടെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാനുള്ളൊരു കൂടുതലായിരിക്കും. ഇനി അടുത്ത കുറച്ച് പോയിന്റ് കൂടെ പറയാം. അതായത് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് റാപ്പോർട്ട്. അതായത് നമ്മുടെ സംസാരം കൊണ്ട് അവരോടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം, ഒരു വിശ്വാസം അത് ഉണ്ടാവണം. ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും അങ്ങനെ ആയിരിക്കണം, നമ്മുടെ സംസാരം അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ഒരു പ്രോബ്ലം വരുമ്പോൾ സമീപിക്കേണ്ടത് നമ്മളെ വീട്ടിലുള്ളവരെ ആയിരിക്കും. ഫ്രണ്ട്സ് ഓക്കെ ആണ് എങ്കിലും നമ്മുടെ വീട്ടുകാര്, നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, അവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായാലും തീരാവേദന തന്നെയായിരിക്കും. അവരുടെ ഉള്ളിലാണ് നമ്മളോടുള്ള ഇഷ്ടം കൂടുതൽ. അപ്പൊ അവരോട് ചെന്നിട്ട് നമ്മളൊരു കാര്യം പറയുക, വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക, അവരുടെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് കമ്മ്യൂണിക്കേഷൻ വഴി കഴിയും. പൊളൈറ്റ് ആയിട്ടുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ആസ്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നീ പറഞ്ഞ കാര്യം മനസ്സിലായില്ല, അപ്പൊ അവര് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നമ്മൾ അവര് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നവരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി തെളിച്ച് പറയാമോ? അപ്പൊ ചിലർ പറയും നീ എന്താ ഈ പറയണേ, എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയും, ദേഷ്യപ്പെട്ട് പറയാം. അങ്ങനെയൊന്നും പറയാണ്ട് വളരെ പൊളൈറ്റ് ആയിട്ട് ഒന്ന് നീ എന്താണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്, അവിടെ പോയപ്പോ എനിക്ക് അങ്ങനെ സംഭവിച്ചോ, അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അടുത്ത് വരുന്നത് ഡെമോൺസ്ട്രേറ്റ് കൺസേൺ. നമ്മളൊരു കൺസേൺ ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. അത് ആ ഒരു രീതിയിൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തു പോവാന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത്, അതായത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്ക് അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. ആ പരിഗണന എവിടെയും അവിടെ പ്രശ്നം അതാണ്. എന്റെ ഭർത്താവ് എന്നെ ഒന്ന് പരിഗണിക്കുന്നത്. ചിലര് പറയുന്നത് ഞാനെന്നൊരു ജീവി വീട്ടിൽ ഉണ്ട് എന്നുള്ളൊരു പരിഗണന പോലും ഇല്ല. അപ്പൊ എവിടെയും ആ ഒരു പരിഗണന അത് സംസാരത്തിലൂടെ നമുക്ക് സാധിക്കും. നിന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അത് വാക്കുകൾ കൊണ്ടും അതുപോലെ പ്രവൃത്തി കൊണ്ടും നമ്മളൊരു മൂളല് കൊണ്ടുപോലും നമുക്ക് ദേഷ്യം ഇങ്ങനെ അമർത്തി ഒന്ന് മൂളാം, അല്ലാതെ പറയും എന്നുള്ള രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ട് ആ ഒരു മൂളലിൽ പോലും, ആ ഒരു നോട്ടത്തിൽ പോലും, പ്രവൃത്തിയിൽ പോലും, വാക്കിൽ പോലും ആ ഒരു പരിഗണന കിട്ടാത്ത ആൾക്കാരുണ്ട് അല്ലെ? ദേഷ്യത്തോടെ നോക്കുന്നവരുണ്ട്, നോട്ടത്തിൽ പോലും ദേഷ്യമായിരിക്കും. അപ്പൊ ആ ഒരു പ്രവൃത്തിയിലും പരിഗണന ആ ഡേ ടൈമിൽ ഭയങ്കര വഴക്കം പ്രശ്നമൊക്കെ ആയിരിക്കും. അതുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാര്യയുടെ മനസ്സിൽ ഇതുണ്ടാവും, ഇയാൾ ഇതങ്ങ് മറന്നു പോകും. എന്നിട്ട് ഇവര് ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇയാള് വന്ന് ഇങ്ങനെ ഭാര്യ ഒന്ന് ടച്ച് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന്, അയാൾക്ക് ഒരു സെക്സിനോട് താല്പര്യം തോന്നിയിട്ട് ഇയാൾ വരുമ്പോഴായിരിക്കും ഈ ഭാര്യ ചിലപ്പോ റൂമിനകത്താകുമ്പോ ഒറ്റയ്ക്കാണല്ലോ, ആരും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അപ്പോഴായിരിക്കും ചിലപ്പോ ഇതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടിത്തെറിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ലേ, എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ. അവസാനം ഇയാളുടെ വികാരം എല്ലാം കത്തി നശിച്ചിട്ട് ആ ഒരു ഇത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒരു പ്രശ്നം വരെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് അതുകൊണ്ടാണ് പറയുന്നത് പകൽ ടൈമിൽ ആയാലും നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി, അത് നൈറ്റിൽ മാത്രം നമ്മുടെ ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. നമ്മൾ ആ ലൈഫ് മുഴുവൻ എന്ത് ചെയ്യുക, അവരോട് സമാധാനത്തോടെ സംസാരിക്കുന്നു. ആ ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ആ വിഷമം ഉണ്ടാവും. അതും കൊണ്ട് തന്നെയാണ് അവർ ആ ബെഡ്റൂമിലേക്ക് കയറി വരുന്നത്. അത് പുറത്തേക്ക് ഇട്ടിട്ട് വരില്ല. ആ ദേഷ്യം എല്ലാം ചുമന്നുകൊണ്ട് അവർ അകത്തേക്ക് വരും. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്താണ് നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും എന്നൊന്നും ആരും ചിന്തിക്കില്ല. ആ സമയത്ത് അവര് അവരങ്ങോട്ട്, അപ്പൊ ഇദ്ദേഹം കൂളായി വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും,
അങ്ങോട്ട് റൈസ് ആവാൻ തുടങ്ങി. സ്ത്രീകൾ പലരും അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും. കാരണം അവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതി, ഒരു വിഷമം, അതാണ് ആ ഒരു ആ ബെഡ്റൂമിൽ അവർ തീർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വളരെ സമാധാനത്തിൽ നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ കൈകൾ നമ്മുടെ കൈക്കുള്ളിലേക്ക് പിടിച്ചിട്ട് അത് അങ്ങനെ ചെയ്യാം. ടച്ചിങ്ങിനൊക്കെ വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മളൊന്ന് ടച്ച് ചെയ്യുന്നത് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലേ? ഒരാളെ ഒന്ന് ഈ മരണ വീടുകളിലൊക്കെ പോയിട്ട് ആളുകൾ കരയുമ്പോഴത്തേക്ക് കരയരുത് അങ്ങനെയല്ല. അവര് കരഞ്ഞോട്ടെ, അവര് നമ്മളെ തോളിൽ ഒന്ന് തലചായ്ച്ച് കരയാൻ ആ തോളൊന്ന് കാണിച്ചു കൊടുക്കുക. അത് തന്നെ ഒരു അതിലെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന ആളിനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടുക. ആ തട്ടലിൽ, ആ തലോടലിൽ എല്ലാം ഉണ്ട്. ആ തലോടലിൽ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയാണ്. പോട്ടെ, സമാധാനപ്പെട് എന്ന് പറയുന്നതിന് പകരമാണ് ആ ഒരു ടച്ച് വരുന്നത്. അപ്പൊ അത് നമ്മുടെ സ്വന്തം ഭാര്യമാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ ആവുമ്പോൾ അതിന് കുറെ കൂടി ബ്യൂട്ടിയാണ്. ആ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉള്ളതാണ്, അല്ലെ? എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി, സ്വയം പഴിച്ച് പിന്നെ അങ്ങനെ കാലം കഴിക്കുന്ന ഒരവസ്ഥ. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭാര്യമാരോടാണ് കൈകളെ നമ്മുടെ കൈക്കുള്ളിലേക്ക് പിടിക്കുക. എത്ര പ്രായമുള്ളവരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ചെറുമക്കളൊക്കെ ആയില്ലേ, നാണക്കേട്, അങ്ങനെയൊന്നുമില്ല. നമ്മള് ഭാര്യ ഭർത്താക്കന്മാര് എല്ലാ സമയവും ആ സംസാരത്തിലും ആ പെരുമാറ്റത്തിലും ഒക്കെ ആ ഒരു വയസ്സായി പോയാലാണ് കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത്. കാരണം അവിടെ പിന്നെ ആരും ഇല്ല, മക്കളെല്ലാം വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കാൻ പോയി, പിന്നെ ചിലപ്പോൾ ചെറുമക്കൾ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി, അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു ടച്ചിങ്സിനൊക്കെ വളരെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ആ സമയത്താണ്. അപ്പൊ വയസ്സായി പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം, അങ്ങനെയൊന്നുമില്ല. വയസ്സൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് തന്നെയാണ് നമ്മുടെ വയസ്സ്. അപ്പൊ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, പ്രായമായ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരുമിച്ച് കൈപിടിച്ച് നടന്നു പോകുന്നത്, അവരിങ്ങനെ റൊമാൻസ് ആയിട്ടിരിക്കുന്നത്, അതൊക്കെ വളരെ നമ്മൾ ഒരു ചിരിയോട് കൂടിയാണ് നമ്മൾ അതൊക്കെ കാണുന്നത്. അതായത് ഒരു കൗതുകത്തോടെയാണ് നമ്മൾ അതൊക്കെ കാണുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എത്ര പ്രായമായാലും ശരി തന്നെ നമ്മൾ ആ ഒരു കൺസേൺ അത് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അത് പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ആ വാക്കുകളിലും നോട്ടത്തിലും ഒക്കെ ആ ഒരു പരിഗണന ഉണ്ടായിരിക്കണം. ചില ആൾക്കാർ ഇപ്പൊ കല്യാണമൊക്കെ വലിയ കല്യാണങ്ങളൊക്കെ പോയിട്ട് ഭാര്യ ഇങ്ങനെ നോക്കും, അവള് കഴിക്കാൻ ഇരുന്നോ, ചിലപ്പോ ഇദ്ദേഹം കുറെ ഇങ്ങോട്ടാവും, ഭാര്യ അങ്ങോട്ടായിരിക്കും, വന്നിരുന്ന് അങ്ങ് വെട്ടി വിഴുങ്ങുക. അതിന് പകരം എന്ത് ചെയ്യാം, അവരൊന്ന് ഇരുന്നോ, അവിടെ ഇടയിൽ ഉണ്ടോ എന്നിങ്ങനെ നോക്കുമ്പോൾ അത് തന്നെ ഒരു പരിഗണനയാണ്. ആ ഒരു മൊമെന്റ് തന്നെ ഒരു പരിഗണനയാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ അവർ അവിടെ നിന്ന് കൈ കാണിക്കും, ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഒരു സന്തോഷം, ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതിലൊക്കെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ യൂസ് ബ്രീഫ് വെർബൽ അഫർമേഷൻസ്. അതായത് നമ്മളടുത്ത് ഒരു കാര്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ എന്നൊക്കെ പറയുന്നതിന് പകരം എനിക്ക് നിന്നെ മനസ്സിലാവും, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവരെ വളരെ സമാധാനിപ്പിക്കുക. അതൊക്കെ എന്താണ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു അവിടെ ആരും ഇല്ല, വേറെ ആരും ഇല്ല സമാധാനിപ്പിക്കാൻ. നമ്മൾ തന്നെ അവരെ സമാധാനിപ്പിക്കണം, നമ്മൾ തന്നെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു വെർബൽ ആഫർമേഷൻസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് അവര് ഭയങ്കര ചൂടായിട്ട് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരിക്കാം. അപ്പൊ തിരിച്ചും അങ്ങോട്ടും അത് തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒന്ന് അടങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യാം, ചിന്തിച്ചിട്ട് മറുപടി പറയാം. അത് ഇത്രയും കാലം പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി ആയാലും മതി. അപ്പോഴും തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുകയാണ്, ഇല്ലേ? ഞാൻ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ഇവിടുത്തെ ജോലിക്ക് നീ അല്ലാതെ ആരാ ചെയ്യണ്ടേ എന്നല്ല പറയേണ്ടത്. അത് ശരിയാണ്, അവരല്ലാതെ ആരാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം അവരുടെ കൈകളിലൊക്കെ ഒന്ന് പിടിച്ചിട്ട്, നിന്റെ കൈയൊക്കെ ഭയങ്കര റഫായി പോയല്ലേ, എങ്ങനെ ഇരുന്ന സോഫ്റ്റ് ആയിട്ടിരുന്ന കയ്യാ, ഇവിടെ ഒരുപാട് ജോലി ഉണ്ടല്ലേ, എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സമാധാനിപ്പിക്കാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ എന്നുള്ള സംസാരങ്ങൾ. അത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പങ്കാളിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും, ഇല്ലേ? അപ്പൊ ആ ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ വൈഫിനോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് ഇല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇല്ല എങ്കിൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം.
ഇതൊക്കെ കേട്ട് ഇരിക്കാനും കേട്ട് പോവാനും കമന്റ് പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഇത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ചെറിയ ചെറിയ സംഭവങ്ങളാണ്, ചെറിയ ചെറിയ നുറുങ്ങുകളാണ്. ഇതൊക്കെ നമ്മളൊന്ന് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അല്ലെ, അത് ഈ പറയുന്ന നമുക്കും കേൾക്കുന്ന അവർക്കും അവരിങ്ങോട്ട് പറയുമ്പോൾ അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരും കാണിക്കുന്ന ആ ഒരു സ്നേഹവും ഇടപഴകലും ഒക്കെ കണ്ടിട്ടാണ് ഈ മക്കളും വളരുന്നത് ഇല്ലേ. എന്താണോ നമ്മൾ എന്താണോ അത് തന്നെയാണ് ഈ കുട്ടികളും കോപ്പി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആ ഓപ്പൺ മൈൻഡഡ് സംസാരമൊന്നും അവിടെ ഇല്ല എങ്കിൽ സ്കൂളിൽ പോയാൽ ആ കുട്ടികൾ അങ്ങനെ ആയിരിക്കും. ടീച്ചറോട് ഒരു കാര്യം പറയില്ല, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും അവര് പുറത്ത് പറയില്ല അല്ലെ. ഈ അടുത്ത ഒരു കുട്ടി, ആള് കോടീശ്വരനാണ്, അച്ഛൻ കോടീശ്വരനാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ കുട്ടി ഓരോ ഷർട്ടൊക്കെ കുട്ടികൾ ഇട്ടോണ്ട് വരുമ്പോ, പുതിയ പുതിയ ടീഷർട്ട് ഒക്കെ ഇട്ടോണ്ട് വരുന്ന സമയത്ത് അവൻ പോയി പറയുമ്പോ അദ്ദേഹം പറയുന്നു, എന്റെ കുറച്ച് ടീഷർട്ട് അവിടെ കിടപ്പുണ്ട്, നിനക്കത് പാകമാവുമല്ലോ, അത് നീ എടുത്തിട്ടോ എന്നാണ് പറയുന്നത്. +2 പഠിക്കുന്ന കുട്ടികൾ. പിന്നെ അവന് പിമ്പിൾസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അത് പോയിട്ട് പറയുമ്പോ പാരന്റ്സ് പറയുന്നത് എന്താണ്, അതൊക്കെ ഞങ്ങളെ പാരമ്പര്യമായിട്ടുള്ളതാണ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പൈസ ഇല്ലാത്തൊരു പാരന്റ് ആണ് അത് പറയുന്നത് നമുക്ക് അങ്ങനെയെങ്കിലും വിചാരിക്കും. പക്ഷെ അയാൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി വന്നിട്ട് സങ്കടം പറയാണ്, ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിന്നോട്ടെ, സെയിൽസ് ബോയ് ആയിട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ. ആ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം ആ കുട്ടിക്ക് വരുന്നില്ല. പക്ഷെ ആ പാരന്റ്സിന്റെ ഇടപെടൽ, ഈ കുട്ടി 10 പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പാരന്റ്സിനെ അംഗീകരിക്കും എന്ന് ഉറപ്പാണുള്ളത്. അപ്പൊ അവിടെ ഒന്നും ആക്റ്റീവ് ലിസണിങ് ഇല്ല, ഈ കുട്ടിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല. അപ്പൊ അവിടെ ആക്റ്റീവ് ലിസൺ ചെയ്യുക, ആ കുഞ്ഞിന് നിന്റെ മുഖത്ത് നോക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്യാം എന്നൊക്കെ പറയാം. അപ്പൊ ഈ കുട്ടിക്ക് പാരന്റിനോട്, പിതാവിനോട് മാത്രമല്ല ഉമ്മയോട് പോയി ഓരോ കാര്യങ്ങൾ പറയാൻ പേടിയാണ്. കാരണം ഉമ്മ എന്ത് ചെയ്യും, ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന കാലം മുതലേ കമ്പെടുത്തിട്ട് അതിനെ അടിച്ചും വഴക്ക് പറഞ്ഞും ഒക്കെ ഷൗട്ട് ചെയ്ത്, എന്റെ മക്കളല്ലേ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മുടെ മക്കളായാലും അവർക്ക് അവരുടേതായ കുറച്ച് മനോദലങ്ങളുണ്ട്, മെന്റൽ പാറ്റേൺസ് ഉണ്ട്, നമ്മുടെ പോലെ അല്ല. അപ്പൊ അവരും ചിന്തിക്കുന്നത് എന്താണ്, എന്നെ കേൾക്കാൻ ആരുമില്ല, എനിക്ക് പറയാൻ ആരുമില്ല. അപ്പൊ അവര് ഫ്രണ്ട്സിനോടൊപ്പം കൂടും. ആ ഫ്രണ്ട്സ് ചിലപ്പോ നല്ലതായിരിക്കും, ചിലപ്പോ ചീത്തയായിരിക്കും. ചിലപ്പോ സെയിം ഏജിലുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നല്ലതും ചീത്തയൊന്നും പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, തെറ്റിലേക്ക് പോകുന്നത്. പല കാര്യങ്ങളും നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ പാരന്റ്സും ടീച്ചേഴ്സിനും ഒക്കെ വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരു കുഞ്ഞ് ക്ലാസ്സിൽ വന്നാൽ തന്നെയും നമ്മൾ അവർ കാണിക്കുന്ന കുരുത്തക്കേടിന് നമ്മളവരെ വഴക്ക് പറയുന്നതിന് പകരം അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് വളരെ സ്നേഹത്തോടെ നമുക്ക് ചോദിക്കാം, എന്തിനാണ് മോനെ നീ എഴുന്നേറ്റ് നിൽക്കുന്നത്, എന്തിനാണ് നീ ബഹളം ഉണ്ടാക്കുന്നത്, ടീച്ചറുടെ പഠിപ്പിക്കല്ലേ. അപ്പൊ ടീച്ചറിന് പഠിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. മോൻ ബഹളം കാണിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ എനിക്ക് ഇവിടെ നിന്ന് സാലറി തരുമോ, അവരെന്നെ പറഞ്ഞു വിടൂലേ നന്നായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ എന്നൊക്കെ കുട്ടിയോട്, കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്കതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്നിട്ട് അവനോട് പറയാം, എന്നിട്ടൊന്ന് ടച്ചൊക്കെ ചെയ്തിട്ട് അവന്റെ കവിളിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോന് ബഹളം ഉണ്ടാക്കാതിരിക്കണേ, ടീച്ചർ അപ്പൊ ഒന്ന് പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ സമാധാനത്തിൽ ആ കുഞ്ഞിനോട് പറഞ്ഞ് എന്നിട്ട് പറയാ, കൈകെട്ടി മിണ്ടാതിരിക്കണം കേട്ടോ എന്ന് പറയണം. അപ്പൊ കുട്ടി സ്വാഭാവികമായി എന്ത് ചെയ്യും, വീണ്ടും ബഹളം കാണിക്കും. അപ്പോഴും ടീച്ചർ അവിടെ നിന്നിട്ട് മോനേന്ന് തന്നെ വിളിക്കാം, ആ കുട്ടിയുടെ പേരും കൂടെ ചേർത്ത് മോനേന്ന് വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അപ്പൊ അവനെയാണ് വിളിക്കുന്നതെന്ന് അവന് മനസ്സിലാവും, അല്ലെങ്കിൽ അവളായിക്കോട്ടെ. അപ്പൊ വിളിച്ചിട്ട് എന്താണ്, ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്, മോന് അടങ്ങിയിരുന്നില്ലെങ്കിൽ ടീച്ചറിനെ പഠിപ്പിക്കാൻ പറ്റുമോ, എങ്ങനെ ഇരിക്കാനാ ടീച്ചർ കുറച്ചൊരു 2-3 മിനിറ്റെങ്കിലും അവൻ അങ്ങനെ കയ്യും കെട്ടി മിണ്ടാതിരിക്കും. വീണ്ടും അവൻ ബഹളം തുടങ്ങും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാ, ടീച്ചർ ഇത് തന്നെ പറയാം. അതിന് പകരം ഒരു കമ്പെടുത്തൊരു അടി കൊടുത്ത് അവിടെ ഇരിക്കു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അറിയില്ല അവൻ എന്തിനാണ് അടിച്ചതെന്ന്. അവന്റെ ആ ഒരു പ്രകൃതി അങ്ങനെയാണ്, കുട്ടികളുടെ പ്രകൃതി അങ്ങനെയാണ്. അവർ എഴുന്നേറ്റ് നിൽക്കും, ക്ലാസ്സിൽ വികൃതി കാണിക്കും, ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ ബുക്ക് മടക്കി കൊണ്ടുവയ്ക്കും, എഴുതില്ല. അപ്പൊ ഇവിടെ നിന്ന് ടീച്ചർ ഒരു ബുക്ക് എടുത്ത് എഴുതിപ്പിക്കുമ്പോഴേക്കും അപ്പുറത്തിരിക്കുന്ന ആള് ബുക്ക് ബാഗ് കെട്ടിയിട്ട് മിണ്ടാതെ അവിടെ ബഹളം കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഹൈപ്പറാണ്, എപ്പോഴും വികൃതിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എപ്പോഴും റീൽസ് ഒക്കെ കണ്ട് അവര് റിയൽ ലൈഫിലും അവര് ഭയങ്കര സ്പീഡായിരിക്കും, വികൃതിയായിരിക്കും അല്ലെ. പിന്നെ ആ കുട്ടികൾ പറയുന്ന വാക്കുകളൊക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പാരന്റ്സിന് കൂടി ആ ഒരു അവയർനെസ്സും എങ്ങനെ വീട്ടിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച്
നമുക്ക് ഒരുമിച്ച് നിന്നാൽ, ഒരു അധ്യാപികയും ഒരമ്മയും ഒരുമിച്ച് നിന്നാൽ ഒരു നല്ലൊരു കുട്ടിയെ നമുക്ക് വാർത്തെടുത്ത് കൊണ്ടുപോകാം. കുട്ടികളുടെ വികൃതിത്തരങ്ങളായാലും എന്തായാലും അവൻ കാണിക്കുന്ന എന്ത് മോശത്തരായാലും ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ട് അവന് വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, സ്നേഹത്തോടെ ഉപദേശമല്ല, സ്നേഹത്തോടെ ആ കാര്യത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ബഹളം ഉണ്ടാക്കുമ്പോൾ ടീച്ചറുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ അതിൽ നിന്നും പിന്തിരിയും. മനസ്സിലായില്ലേ? റിപ്പോർട്ടിംഗ് മെത്തേഡ് എന്ന് പറയും. അത് കമ്മ്യൂണിക്കേഷനിലുള്ള മറ്റൊരു ഇതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ വന്നിട്ട് നമ്മളോട് മൊബൈൽ ഫോൺ ചോദിക്കും. എനിക്കൊരു മൊബൈൽ വേണം, എനിക്ക് ടച്ചിന്റെ ഒരു ഫോൺ വേണം, എനിക്കൊരു ഐഫോൺ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് പാരന്റ് എന്തായിരിക്കും സംസാരിക്കുന്നത്? ഇപ്പൊ മൊബൈൽ ഒന്നും വാങ്ങി തരാൻ പറ്റില്ല, നീ പഠിക്കുന്ന പ്രായമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് പറയാം, എന്താ മോൻ പറഞ്ഞത്, മോന് ഒരു ഫോൺ വേണമെന്നല്ലേ? ഓക്കെ, ഇപ്പൊ മോന് ഫോണ് മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ ഇരിക്കുന്ന കാണുമ്പോൾ ആഗ്രഹം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് ഉപ്പയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അറിയാം. പക്ഷേ എന്താണ്, ഈ ഫോണ് കൊണ്ടുപോയാൽ അത് പാരന്റ് സ്കൂളിൽ നിന്ന് മേടിച്ചു വെക്കും. പാരന്റ് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞ് സ്കൂളിൽ മേടിച്ചു വെക്കും. പിന്നെ സസ്പെൻഡ് ആവും, അല്ലെങ്കിൽ പാരന്റ് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പാരന്റിനെ അങ്ങോട്ട് വിളിപ്പിക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വേണോ? പിന്നെ മോന്റെ പഠിത്തത്തിനെ അത് ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്കയും ഉപ്പയ്ക്കുണ്ട് അല്ലെങ്കിൽ ഉമ്മയ്ക്കുണ്ട് എന്ന് അവരുടെ ആശങ്ക ആ കുഞ്ഞിനെ അറിയിക്കുക എന്നുള്ളതാണ്. അത് വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. വളരെ റൈസ് ചെയ്തിരിക്കുന്ന കുട്ടികളെ പോലെ നമുക്ക് അത്തരത്തിലൂടെ വളരെ സമാധാനത്തിൽ നമുക്ക് ഇതാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും അത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറയാം അങ്ങനെയൊന്നും പറ്റില്ല, കുട്ടികളല്ലേ, അവരങ്ങനെ കാണിക്കുക, അവരിങ്ങനെ കാണിക്കുക. ഒരിക്കലും ഇല്ല. നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും പറയേണ്ട രീതിക്ക് അവരോട് പറഞ്ഞാൽ, ഉപദേശം അല്ല കേട്ടോ, ഉപദേശം വേറെ, ഈ പറയുന്ന രീതിയിലുള്ള ആ ഒരു പൊളൈറ്റ് ആയിട്ട് അവരോട് റിക്വസ്റ്റും അല്ല. പകരം നമ്മുടെ മനോദലം എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരത് കൂടുതൽ മനസ്സിലാക്കുകയും കുറെ കൂടി പക്വതയോടുകൂടി പെരുമാറുകയും ചെയ്യും. അത് സംസാരത്തിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെ ആയാലും സംസാരത്തിലൂടെ ആയാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ടീച്ചേഴ്സായിട്ടൊക്കെ ഉള്ളവർ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ മക്കളോട് A+ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെങ്കിലൊക്കെ വഴക്ക് പറയും. മറ്റേ കുട്ടി വാങ്ങിച്ചതോ ഈ കുട്ടി വാങ്ങിച്ചതോ കമ്പയർ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അവിടെ നമ്മൾ നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു കുട്ടിയല്ല നമ്മൾ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു കുട്ടിയായിരിക്കും. അങ്ങനെ കമ്പയർ ചെയ്താൽ അത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ കമ്പാരിസൺ അത് ഒഴിവാക്കുക, പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുക. പകരം ആ കുട്ടി എന്തുകൊണ്ട് മാർക്ക് കുറച്ച് വാങ്ങിച്ചു അവനോട് തന്നെ ചോദിക്കാം, മോനെ എന്തുകൊണ്ട് നിനക്ക് മാർക്ക് കുറഞ്ഞത്, എന്തുകൊണ്ട് നിനക്ക് പഠിക്കാൻ പറ്റുന്നില്ല? അപ്പൊ പഠിക്കാൻ പറ്റാത്തതിന്റെ കാരണത്തെ മനസ്സിലാക്കിയിട്ട് അവന് അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നീ ഫുൾ A+ വാങ്ങിക്കണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫുൾ A+ വാങ്ങിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ A+ വാങ്ങിയില്ല എങ്കിൽ നിനക്ക് നല്ല സ്കൂളുകളിലൊന്നും അഡ്മിഷൻ കിട്ടൂല. പിന്നെ ഏതെങ്കിലും സ്കൂളുകളിൽ പോവേണ്ടി വരും, ഇല്ലെങ്കിൽ വല്ല ഓപ്പൺ സ്കൂളിലൊക്കെ പോയി പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ വല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് പഠിക്കേണ്ടി വരും. നല്ല സ്കൂളുകളിൽ പഠിക്കാൻ പറ്റൂല, നല്ല കൾച്ചർ പഠിക്കാൻ പറ്റൂല. അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ A+ വാങ്ങിച്ചില്ലെങ്കിൽ അടുത്ത വർഷം എവിടെ പോയി അഡ്മിഷൻ കിട്ടും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആകെ ഷൗട്ടിങ് ആണ്. അപ്പൊ തന്നെ ആ കൊച്ചിന്റെ ബ്രെയിൻ അങ്ങോട്ട് ചൂടാവാൻ തുടങ്ങും. പിന്നെ അവർ പഠിക്കുന്നതും അവർക്ക് മനസ്സിലാവില്ല. അല്ലെ? പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്, പോയി പഠിക്കുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അവരോട് വളരെ സൗഹൃദപരമായി നമുക്ക് സംസാരിക്കാം. പിന്നെ പഴയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്കൊക്കെ ഒരു ബുക്ക് വാങ്ങി തന്നിട്ടില്ല, ഞാൻ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഒരു വർഷം കംപ്ലീറ്റ് എഴുതുന്നത്, പിന്നെ ഞാൻ കരിക്കട്ട വെച്ച് സ്ലേറ്റിൽ എഴുതിയാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ പറയും. ഇന്നത്തെ മക്കളടുത്ത് അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ പറയുന്ന സമയത്ത് തമാശ പോലെ അന്നത്തെ പണ്ട് സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കാരണം അവർക്ക് അനുഭവങ്ങളില്ല. അവർ ഈ വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നു, TV കാണുന്നു, ഫോൺ കാണുന്നു, പിന്നെ സ്കൂൾ ബസ് വരുന്നു, കയറി പോകുന്നു, തിരിച്ചു പോകുന്നു. ഇതിനിടയ്ക്കുള്ള ഒരു അനുഭവങ്ങളും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പണ്ട് സ്കൂളിൽ എങ്ങനെയാണ് പോയിരുന്നത്? അപ്പോ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നടന്ന് പോവുക, ബസ് സ്റ്റാൻഡിൽ പോവുക, ബസ് കയറിയിട്ട് പോവുക, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ചവർക്കാണെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ടാവും. നടന്നു പോകുന്ന വഴികള്, പിന്നെ മാവില് മാങ്ങ പറിച്ച കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് കൊച്ചുനാളിലെ കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അതൊക്കെ ആ ഒരു സെൻസിൽ പിന്നെ നമ്മൾ കാണിച്ച കുസൃതികള്, സ്കൂളിൽ പോകുമ്പോഴുള്ള കാര്യങ്ങള്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക.
പാരന്റ് നമ്മളെടുത്ത് ടീച്ചേഴ്സ് എങ്ങനെയായിരുന്നു, നമുക്ക് അന്ന് ടീച്ചർമാരെ കാണുമ്പോൾ തന്നെ ഭയമായിരുന്നു, ആ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു തമാശ കഥ പോലെ, ഒരു സിനിമ കാണുന്ന ഫീൽ അവർക്ക് ആ കഥ കേൾക്കുമ്പോൾ ഉണ്ടാവും. കുട്ടികൾ വന്നിട്ട് ചോദിക്കണം പണ്ടത്തെ കഥ പറയോ, അങ്ങനത്തെ കഥ പറയോ എന്നൊക്കെ പറയും. എന്റെ അമ്മായിയമ്മ എനിക്ക് അവരുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറഞ്ഞു തരും. ഭരണിയിൽ മാങ്ങ ഇങ്ങനെ ഇട്ടിട്ട് വെക്കുന്ന കഥയൊക്കെ ഇങ്ങനെ പറയാം. അതൊക്കെ കേൾക്കാൻ നല്ല നല്ല രസമാണ്. ഒരു അമ്മായിയമ്മ മരുമകളോട് പറയുന്നത്, ഏതെങ്കിലും അമ്മായിയമ്മ ഇങ്ങനത്തെ പഴങ്കഥകളൊക്കെ പറഞ്ഞു തരും? ഇല്ല, അവർക്ക് എപ്പോഴും ഷൗട്ട് ചെയ്യാനും വഴക്ക് പറയാനും അറിയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെയുള്ള കഥകളൊക്കെ അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. പക്ഷെ എന്താണ്, ഇങ്ങോട്ട് വന്ന ഉടനെ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ അന്ന് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അമ്മായിയമ്മയാണെങ്കിൽ ആ മരുമകൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാം. അത് അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു കൊടുക്കുക, മരുമകൾ അത് കേട്ടിരിക്കുക, മരുമകൾ തിരിച്ച് അവരുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെ? അതൊക്കെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്, ആ ഒരു അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരിനി നമ്മളെ ഷൗട്ട് ചെയ്തോട്ടെ, എന്തോ ചെയ്തോട്ടെ, നമ്മൾ അവരെ അമ്മയെ പോലെ കണ്ടുകൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് സംസാരിക്കുന്നുള്ളത്. അവർ എത്ര ഷൗട്ട് ചെയ്താലും ഒരു 10 ദിവസം നമ്മൾ അങ്ങോട്ട് സംസാരിക്കും, നല്ല പൊളൈറ്റ് ആയിട്ട് സംസാരിക്കും. അത് കുറച്ചൊക്കെ അതിൽ ആ ഒരു എന്തോ പറയല, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും കൊണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞാണ് അവരിലേക്ക് അത് കോപ്പി ചെയ്യപ്പെടും. അപ്പൊ നമ്മുടെ സംസാരം കൊണ്ട് നമുക്ക് പലരെയും കയ്യിലെടുക്കാൻ പറ്റും, അല്ലേ? നമുക്കത് ഇത്രയും നേരം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നമ്മുടെ സംസാരത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് പലരും നമ്മളിലേക്ക് വരണം. ഒരു സമാധാനം കിട്ടാൻ, എന്താണ്, അവരെ ഒന്ന് ലിസൺ ചെയ്യാൻ ഒരാളുണ്ടല്ലോ. പക്ഷെ വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ, അതിൻ്റെതായ രീതിയിൽ അവരുടെ ആ ഒരു വിഷമം അതേ ആംഗിളിൽ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവരെക്കാളും പ്രശ്നം ഉണ്ടാവാം, പക്ഷെ അത് അതേപോലെ എടുത്ത് നമ്മൾ തിരിച്ചു പറയാതെ ഓക്കെ പറഞ്ഞോ, കുഴപ്പമില്ല, അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഫാമിലിയിലായാലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും കുട്ടികളോടായാലും ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടുന്ന ഒരു രീതി അതാണ്. അപ്പൊ ആ രീതിയിലായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇനി കുട്ടികളോടൊക്കെ വളരെ ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നവരാണെങ്കിൽ, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴൊക്കെ വഴക്ക് പറയുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ, കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ, അതൊരു 10 വയസ്സ് ആയിക്കഴിഞ്ഞാൽ, ഒരു 10-15 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളെ ഒരു കൂട്ടുകാരെ പോലെ കാണുക എന്നുള്ളതാണ്. നമുക്കൊക്കെ മക്കളൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ ലൈഫ് വളരെ സുന്ദരമാണ്. ആ സംസാരം കൊണ്ട് മാത്രം. ഇപ്പൊ സാമ്പത്തികം വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. സംസാരത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് വളരെ സന്തോഷകരമായിട്ട് സുഖകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ കുടുംബിനികൾ മാക്സിമം അതിനൊരു മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫാമിലിയിൽ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാൻ നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇനി ഫാമിലി തെറാപ്പികൾ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ തെറാപ്പികൾ വരുന്നുണ്ട്. അതായത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് സംസാരിക്കുക, കലണ്ടറിൽ ഇന്ന ദിവസം കഥ പറച്ചിലിന്റെ ദിവസം, ഇന്ന ദിവസം ഒരു റോൾ പ്ലേ എന്തെങ്കിലും കുട്ടികളുമായിട്ട്, അത് വീട്ടിൽ തന്നെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുന്നത്, അതൊക്കെ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ, നല്ല കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനും നമ്മളെ മക്കളും കുട്ടികളും പാരന്റ്സും തമ്മിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും, ഒരു റെസ്പെക്ട് ബിൽഡ് ചെയ്യാനും ഒക്കെ, അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അത് സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള പാരന്റ് ആവുക എന്നുള്ളതാണ്. വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ സാവകാശം, വളരെ സമാധാനത്തോടെ കേട്ടുകൊണ്ട് ആ കുഞ്ഞിന്റെ പ്രശ്നങ്ങളെ, ചെറിയ പ്രശ്നമാണെങ്കിലും അവരുടെ കണ്ണിൽ നിന്നുകൊണ്ട് കണ്ട് അതിന് പരിഹാരം കൊടുക്കുന്ന നല്ലൊരു പാരന്റ് ആവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നന്നായി നമ്മുടെ കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ സംസാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനോടൊപ്പം എന്നോടും അതിനുശേഷം ഞാൻ നിങ്ങളോടും അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് സാറിനെ ക്ഷണിക്കാം. മാം, അതിനു മുന്നേ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിനു മുന്നേ പറഞ്ഞ സ്റ്റെപ്പ് ഏതായിരുന്നു മാം? ഡെമോക്രാറ്റിക് കൺസെയിൻ അല്ലേ? കൺസേൺ, യെസ്. ഓക്കെ. നമ്മൾ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കായാലും അവർക്കൊരു പരിഗണന നമ്മൾ കൊടുത്തിരിക്കണം. ശരി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ നല്ല സെഷൻ ആയിരുന്നു മാം. നമ്മൾ വീട്ടിലൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇന്നത്തെ സെഷനിൽ. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു മാം. നീതു മാം ആണല്ലേ സംസാരിച്ച? താങ്ക് യു. നെക്സ്റ്റ് ആർക്കാണ് പറയാനുള്ളത്?
മാം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നന്നായിട്ടൊരു പോസിറ്റീവ് വൈബ്സ് തന്നു. കാരണം താങ്ക് യു. എവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ എങ്ങനെ ഫില്ലിൻ ചെയ്യണം എന്നുള്ള ആ ഒരു ട്രിക്ക് യെസ്, ലിസണേഴ്സിന് കിട്ടി. താങ്ക് യു മാം. ഇത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. തീരെ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അയ്യോ ഞാൻ പറഞ്ഞ അബദ്ധാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഈ ഒരു ഫ്രീ വെബിനാറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, ഇനി മനസ്സിലായില്ലെങ്കിൽ തന്നെ മാം ഒന്നും മനസ്സിലായില്ല ഒന്നും കൂടി പറയൂ എന്ന് പറയാം, എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ വാ തുറന്ന് സംസാരിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നിടത്തൊക്കെ നമ്മൾ കയറി ഇടപെടുക എന്നുള്ളതാണ്. പറഞ്ഞോളൂ മാം. നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ചും കൂടി നമുക്ക് ഇൻഫർമേഷൻ കിട്ടി മാമിന്റെ ക്ലാസ്സിൽ നിന്ന്. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അഡോൾസൻസ് ഇപ്പൊ മാം പറഞ്ഞു 10 വയസ്സാകുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് അവരോട് പെരുമാറണമെന്ന്. അപ്പൊ ചില ഇങ്ങനെ നമ്മള് യൂട്യൂബിലൊക്കെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയും നമ്മൾ കൂടുതലായിട്ട് അവരോട് ഇടപഴകുമ്പോ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം. അപ്പൊ അത് കാരണം ഒരു കൺഫ്യൂഷൻ വന്നു രണ്ട് സംസാരത്തിൽ. ഗ്യാപ്പ് ഉണ്ടാക്കണമെന്നാണ്. ഒരുപാട് ഫ്രീ ആവുമ്പോ അവര് നമ്മൾ പറയണ കേക്കില്ലാന്നോ അങ്ങനെ എന്തോ ആണ് അവര് പറഞ്ഞത്. അപ്പൊ മാം പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു പയ്യൻ വീട്ടില് പാരന്റ്സ് പറയുന്നതിനോടൊന്നും വളരെ പ്രതികരിക്കുന്നില്ല, ദേഷ്യമൊക്കെയാണ്. പക്ഷെ ഒരു പെൺകുട്ടി അവൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ സ്വഭാവം മൊത്തത്തിൽ മാറി. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവര് അവിടെ അവളെ മറക്കണം എന്ന് പറയുമ്പോ അവൻ പറയുന്നത് എന്താണ്? അവള് കാരണമാണ് ഞാൻ മാറിയത്. അത് പല കേസിലും വന്നിട്ടുണ്ട്, അങ്ങനെ സംസാരം വന്നിട്ടുണ്ട്. അവള് കാരണമാണ് ഞാൻ മാറിയത്, അവള് കാരണമാണ് ഞാൻ അങ്ങനെ അത് ഉപേക്ഷിച്ചത്, ഇത് ഉപേക്ഷിച്ചത്, ഇതിലേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ അവരുടെ സംസാരത്തിൽ അവിടെ എന്താണ് വരുന്നത്? ഈ പറഞ്ഞ പോലെ ഉള്ള ഗ്യാപ്പ് വരുന്നില്ല. അവന്റെ ശരി തെറ്റുകളെ അവള് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഉപദേശിക്കുകയാണ്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയണം. അപ്പൊ ആ സ്നേഹത്തിന്റെ പുറത്ത് അവരെന്താണ് അവിടെ അവള് പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ ഇവിടെയും അങ്ങനെയാണ്. പാരന്റ്സ് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് വാപ്പാനോടാണ് കൂടുതൽ ഇഷ്ടം, വാപ്പ എന്ത് സാധിച്ചു കൊടുക്കും എന്ന് പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്ത് പറഞ്ഞാലും അനുസരിക്കും. പക്ഷെ ഉമ്മ പറഞ്ഞാലും അനുസരിക്കും. കാരണം ഉമ്മ എപ്പോഴും കുട്ടിയെടുത്ത് ദേഷ്യപ്പെടും, അല്ലെ? ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഉമ്മയായിട്ട് ഭയങ്കര വഴക്കാണ്. ഒരു പടം വരച്ചോണ്ട് കൊടുത്ത ഒരു ദിവസം എന്നെ ഒരു പടം വരച്ച് കാണിച്ചു. ഞാൻ പറഞ്ഞ കൊള്ളാം, അടിപൊളി. ഒരു എന്തിന്റെ പടമായിരുന്നു ആ കുട്ടി വരച്ചത്? ഒരു മറ്റേ സ്പൈഡർമാന്റെ പടം. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ടാണോ വരച്ചത് എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ അല്ല ടീച്ചറെ, ഞാനിത് ഒരു ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ വരച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മായി കൊണ്ട് കാണിക്കാത്തത്. അപ്പോഴാണ് അവൻ പറഞ്ഞു ഉമ്മായി കാണിച്ചപ്പോഴാണ് പറയണേ ഇതെന്തോന്ന് തവളയാ. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ വാപ്പാനോട് കൊണ്ട് കാണിച്ചു. അപ്പൊ വാപ്പ പറഞ്ഞു ഇത് അടിപൊളിയാ, നന്നായിട്ടുണ്ടല്ലോ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു, അപ്പൊ വാപ്പ പറഞ്ഞതിനോട് അവന് വിശ്വാസം വന്നില്ല. അപ്പൊ പറഞ്ഞു സത്യം പറ, ഉമ്മ പറഞ്ഞത് തവളെ പോലെ ഇരിക്കുന്നത്, സത്യം പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞപ്പോ അവന് സംശയമായി. കാരണം നമ്മള് സ്നേഹം അവന് കൊടുക്കുന്നുണ്ട് എങ്കിലും വാപ്പയും കൊടുക്കുന്നുണ്ടെങ്കിലും ഉമ്മ ആദ്യമേ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ അവന് സംശയം വന്നു. അപ്പൊ അതാണ്. പക്ഷെ ഉമ്മയും അങ്ങനെ പറഞ്ഞ കൊള്ളാം മോനെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ. അപ്പൊ എന്റെ അപ്പൊ ഫസ്റ്റ് ഒരു പടം വരച്ചുകൊണ്ട് ഒരു മാങ്ങ വരച്ചു. ആദ്യമായിട്ട് എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാങ്ങ വരച്ചുകൊണ്ട് ഒരു വട്ടം വരച്ചിട്ട് ഇങ്ങനെ ഒരു വല. ഞാൻ പറയാ അടിപൊളി, ഇത് മാങ്ങയാണ്, അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാ മാങ്ങ വരയ്ക്കുമ്പോ ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്തോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തു. അതേസമയം മാങ്ങയാ, ഇത് മാങ്ങയെന്ന് ആരെങ്കിലും പറയാ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ. അപ്പൊ ആ ഒരു തമാശ പറയാ, അവരെ ചേർത്ത് പിടിക്കുക, അവരെ അടുത്ത് പിടിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മോനെ അങ്ങനെ ചെയ്യരുത്. പിന്നെ രാത്രി കാലങ്ങളിൽ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. കഥകളൊന്നും ഇല്ല, ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയുന്ന സംഭവം മരിച്ചു. അതോടെ കുട്ടികളുടെ സ്വഭാവം, അവര് ഉറങ്ങുന്ന സമയത്ത് പോലും ഈ പറയുന്ന പോലെ മൊബൈലില്ല, ഇല്ലേ? അതൊക്കെ അവരുടെ സ്വഭാവത്തിന് കുറെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പാരന്റ്സ് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ തലോടുന്ന കൈ കൊണ്ട് ഒരു അടി കൊടുത്താലും ആ കുട്ടിക്ക് പ്രശ്നമില്ല. പക്ഷെ അടിക്കാൻ മാത്രം കൈ പൊക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ആ ഗ്യാപ്പ് വരണം എന്ന് പറയുന്നതിന്റെ കാര്യം. അവരെ തലോടുകയും പക്ഷെ തല്ലേണ്ടടുത്ത് അവർക്ക് ഹർട്ട് ചെയ്യാത്ത രീതിയിൽ, അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ അവരെ ശിക്ഷിക്കേണ്ടത്.
അതായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും? മാഡം, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഗുഡ് പാരന്റിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ അല്ലെ? യെസ്. ആ. പാരന്റിങ്ങിന്റെ മിസ്റ്റേക്ക് തന്നെയാണ് പലയിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോ ഒരു യൂട്യൂബിൽ ഒരു വൈറലായ ഒരു പയ്യൻ, എത്രയോ നാൾ അവന്റെ ഫാദർ അവന്റെ അടുത്ത് മിണ്ടാതിരുന്നവും ഒരു മുറിക്കകത്ത് പൂട്ടിയിടുന്ന എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പയ്യൻ അതിനകത്ത് കാണിക്കാനുള്ള എല്ലാം കൂടി അവൻ വെളിയിൽ ഇറങ്ങിയിട്ട് കാണിക്കുകയാണ്. അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെയും അവന്റെ ഫാനാക്കി മാറ്റി. പക്ഷെ നല്ല കുട്ടിയാണോ? അല്ല. സമൂഹത്തിനും നമ്മുടെ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്കൊക്കെ മോശം സന്ദേശമാണ് ആ കുട്ടി കൊടുത്തോണ്ടിരിക്കുന്നത്. അത് പാരന്റിങ്ങിന്റെ ഒരു പ്രശ്നം. അത് അന്വേഷിച്ചു പോയാൽ അതിന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തു പോയാൽ പാരന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണത്. അപ്പൊ പാരന്റിങ് എന്ന് പറയുമ്പോൾ വാപ്പായാലും ഉമ്മയായാലും ചേർത്ത് പിടിക്കാനടുത്ത് ചേർത്ത് പിടിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ വേറെ പലരും അവിടെ ഉണ്ടാവും. അത് നല്ലവരാണോ ചീത്തവരാണോ എന്ന് നമ്മുടെ മക്കൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോ നമ്മുടെ ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്തെങ്കിൽ താങ്ക് യു മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം, ഇൻഫോർമേറ്റീവ് ആയിരുന്നു ക്ലാസ്. നിങ്ങളുടെ റിയാക്ഷൻ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും സന്തോഷം. ജാസ്മിൻ മാമിന്റെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഫാമിലി എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു വെബിനാറാണ് ഇവിടെ അവസാനിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ മാം അത് കൺവേ ചെയ്തു. മാമിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരു മാമിന്റെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വിശേഷിച്ചും സവിശേഷമായിട്ട് നമ്മൾ ലേഡീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. വിശേഷം ഒരുപാട് പിന്നെ നോളജ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്കെങ്കിലും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു വേദിയിലൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കണം, ക്ലയന്റിനോട് എങ്ങനെ സംസാരിക്കണം എന്നതൊക്കെ ചില സമയത്ത് ചില ആളുകൾക്കെങ്കിലും പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി നല്ല രീതിയിൽ തന്നെ ഒരു മെന്ററിങ് കൊടുത്തുകൊണ്ട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആളുകളോട് എങ്ങനെ നമ്മൾ സംസാരിക്കണം, അത് വിത്ത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് തന്നെ ഓൺലൈനിലൂടെ ഒരു 2 മാസത്തെ കോഴ്സായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കഴിഞ്ഞ ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ സെഷനിൽ അതിന്റെ കുറച്ച് ഫീഡ്ബാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ബുധനാഴ്ച മുതൽ നമ്മൾ അതിന്റെ ഒരു നെക്സ്റ്റ് ബാച്ച് നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ കൃത്യമായിട്ട് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാനും സംവദിക്കാനും അഭിപ്രായം പറയാനും നോ പറയാനും ഒന്ന് ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ എഴുന്നേറ്റ് സംസാരിക്കാനൊക്കെയുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അത് നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനേക്കാളൊക്കെ അപ്പുറത്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലായിടത്തും ആവശ്യമാണ്. നമ്മളൊന്ന് അയച്ചു നോക്കി, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, തൊഴിൽ ജീവിതത്തിൽ, സോഷ്യൽ ലൈഫിൽ, നമ്മുടെ കരിയറിൽ, എല്ലായിടത്തും സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഓൾവേസ് വി ഹാവ് ടു പോളിഷ് ഇറ്റ്. നമുക്ക് സംസാരിക്കാനുള്ള കഴിവിനെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല വിധത്തിൽ ആ സംസാരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ പോളിഷ് ചെയ്ത് നമ്മളത് കൊണ്ടുവരുമ്പോഴാണ്. നമ്മൾ ഒരുപാട് വായിച്ച് ഒരുപാട് ആശയങ്ങൾ നമ്മൾ സംസാരിച്ച് ഏറ്റവും പൊളൈറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അവിടെ നമ്മളുടെ സംസാരത്തെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും അല്ലെ. ചില ആളുകളുടെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലെ. ഇതൊന്ന് അവസാനിക്കാതിരുന്നുവെങ്കിൽ അല്ലെ, ചില പ്രസംഗങ്ങള്, ചില പിന്നെ സംസാരങ്ങള്, ചില ആളുകൾ വരുമ്പോൾ ഇവരൊന്ന് പോകാതിരുന്നുവെങ്കിൽ എന്നാലോചിക്കും അല്ലെ. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റും ഉണ്ട്. ഇവരുടെ സംസാരം ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ, ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇവരൊന്ന് പോയിരുന്നുവെങ്കിൽ അല്ലെ എന്നും നമ്മൾ ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മളിൽ നിന്ന് ഒരു എനർജി ശരിക്കും പാസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചിരിയിൽ നിന്നൊരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാക്കുകളിൽ നിന്നൊരു എനർജി പാസ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ശരീരത്തിൽ നിന്നൊരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. ആ എനർജി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബട്ട് ആ എനർജി പോസിറ്റീവ് എനർജി ആയിരിക്കുക. ആ പോസിറ്റീവ് എനർജി നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നിടത്ത് ആളുകൾ നമ്മളെ കാണാൻ ആഗ്രഹിക്കും, നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി കൊതിക്കും, നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കും, നമ്മളെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മളെ ഒന്ന് പോളിഷ് ചെയ്ത് എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോ റെഡിയായി എന്നുള്ളതാണ്. നോ, നെവർ. നമുക്ക് ഇനിയും നമ്മളിൽ നിന്ന് നമ്മളെ പോളിഷ് ചെയ്ത്, നമ്മളെ മോൾഡ് ചെയ്ത്, നമുക്ക് ഇനിയും നമ്മളെ ഷേപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എവിടെയൊക്കെയാണോ നമുക്ക് പാളിച്ചകൾ ഉള്ളത്, അതിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്ത് ആളുകളുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ട്, ആളുകൾക്ക് ഹെൽപ്പ് ചെയ്ത്, ആളുകളോട് പൊളൈറ്റ് ആയിട്ട് സംസാരിച്ച്, ആളുകളിലേക്ക് നല്ല സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട്, ആളുകളെ കൈപിടിച്ചുയർത്തിക്കൊണ്ട്, അവരുടെ പ്രയാസങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, അങ്ങനെ നമ്മൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു കരിസ്മാറ്റിക് പവർ എന്നൊക്കെ നമ്മൾ, കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളെല്ലാവരും ലീഡർമാരാണ്. ലീഡർ അല്ലാത്ത ആരും ഇല്ല ഇവിടെ. നമ്മൾ അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും നമ്മളൊരു ലീഡറാണ്. അപ്പോ ആ ലീഡർഷിപ്പിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അല്ലെ, നമ്മൾ അവരിലേക്ക് നമ്മൾ പറയുമ്പോൾ അത് അവരേറ്റെടുക്കുന്നത് അതിന്റെ ഒരു പവറാണ്. നമ്മൾ പറയുന്ന നമുക്കുണ്ടാകുന്ന ഒരു വോയിസ് ആണ്. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും, എല്ലാവർക്കും എത്താൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ബേസിക്കലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എപ്പോഴും നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഏറ്റവും വലുതാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വെബിനാർ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച ജാസ്മിൻ മാം അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും സ്നേഹം, സന്തോഷം. നാളെ 7 മണിക്ക് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഓട്ടിസം എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കഷൻ ഉണ്ടാകും. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച 7 മണിക്ക് ജസ്റ്റാൾട്ട് സൈക്കോതെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്രീ സെഷൻ ഉണ്ടാകും. അങ്ങനെ മിക്ക ദിവസങ്ങളിലും നമുക്ക് സെഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക, നോളജുകൾ അപ്ഡേറ്റ് ചെയ്യുക, സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം, സ്നേഹം. അതേപോലെ തന്നെ ജാസ്മിൻ മാമിനും എല്ലാവിധ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Good night.